രൂക്ഷമായ യാത്രാക്ലേശത്താൽ ബുദ്ധിമുട്ടുകയാണ് കോട്ടയത്തെ കരിനിലം കുഴിമാവ് പ്രദേശവാസികൾ. മേഖലയിലേക്കുള്ള റോഡ് നവീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. മുൻപ് നിർമ്മാണം ഏറ്റെടുത്ത കരാറുകാരൻ സമയബന്ധിതമായി പണികൾ പൂർത്തിയാക്കാതെ വന്നതും ഇദ്ദേഹത്തെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയതുമാണ് റോഡ് നിർമ്മാണത്തിന് തിരിച്ചടിയായത്. മുണ്ടക്കയത്തു നിന്നും കുഴിമാവിലേക്ക് വേഗത്തിൽ എത്തിപ്പെടാൻ കഴിയുന്ന റോഡാണ് കരിനിലം കുഴിമാവ് റോഡ്. എന്നാൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ ഇപ്പോൾ കാൽനട യാത്ര പോലും ദുഷ്കരം. ടാറിംഗ് പൂർണ്ണമായും ഇളകിമാറി മിക്കയിടങ്ങളിലും വലിയ കുഴികൾ രൂപപ്പെട്ടു. മഴ ആരംഭിച്ചതോടെ കുഴികളിൽ വെള്ളക്കെട്ടുണ്ട്. ഇരുചക്ര വാഹനമടക്കം അപകടത്തിൽപ്പെടുന്നതും പതിവ് സംഭവം. റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ശോചനീയ അവസ്ഥയാണ്. കോട്ടയം ജില്ലയിൽ ഇതുപോലത്തെ റോഡ് എന്ന് പറഞ്ഞാൽ മഷിയിട്ട് നോക്കിയപ്പോൾ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഈ കരിനിലം, പ്ലാക്കപ്പടി, പശ്ചിമ കുഴിമാവ് എന്ന് പറഞ്ഞ പ്രദേശം ഒത്തിരിയധികം ആദിവാസി വിഭാഗത്തിൽപ്പെട്ടതും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ തിങ്ങിപ്പറഞ്ഞ പ്രദേശമാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി അവർക്ക് ഹോസ്പിറ്റലിൽ പോകാനും മറ്റ് പഠനകാര്യങ്ങൾക്ക് പോകാൻ വേണ്ടിയും ഈ റോഡാണ് ഏറ്റവും എളുപ്പമായ മാർഗം. ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ആശ്രയമാണ് ഈ റോഡ്. കൂടാതെ ചരിത്രപ്രസിദ്ധമായ പശ്ചിമാദേവി ക്ഷേത്രത്തിലേക്ക് എത്തുന്നവരും ശബരിമല തീർത്ഥാടകരും ഈ പാതയെ ആശ്രയിക്കാറുണ്ട്. റോഡ് പരമാവധി വേഗത്തിൽ റീടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കുമെന്ന് സ്ഥലം MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ പറഞ്ഞു. പുതുക്കിയ എസ്റ്റിമേറ്റും പ്രോജക്റ്റും പരമാവധി വേഗത്തിൽ ഭരണാനുമതി നേടിയെടുക്കാൻ ശ്രമിക്കുമെന്നും MLA വ്യക്തമാക്കി. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.